കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ഈ വലിയ രീതിയിൽ ഫലം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണക്കുകൂട്ടലുകളിൽ ഇരിക്കുന്നുണ്ട് കേരളം. എന്തൊക്കെ വിവരങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ? ഗോപി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, നേരത്തെ ഗോപി വളരെ ശരിയായൊരു ചോദ്യമാണ് സാമുവലിനോട് ചോദിച്ചത്. ഇന്നലെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ലേണഡ് അറ്റോർണി ജനറൽ, ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ സുപ്രീം കോടതി മുമ്പാകെ തന്നെ അറിയിച്ചത് ഇന്ത്യൻ ഗവൺമെന്റിന് ഈ വിഷയത്തിനകത്ത് പരിമിതികളുണ്ട്. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും അതിനകത്തുള്ള പ്രതിയാക്കപ്പെട്ട കുടുംബവും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട വിഷയമാണ്. അതിനകത്ത് യമനിലെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലമാക്കിക്കൊണ്ട് സർക്കാരിന് ഇടപെടുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണകൂടത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് ഇടപെടുന്നതിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചില ഇടപെടലുകൾ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള ആവശ്യം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ, ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും അദ്ദേഹത്തിന്റെ മർക്കസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അദ്ദേഹത്തിന്റെ യമനിലെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സജീവമായി ഇടപെടുകയും ഇന്നലെ ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനെ ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായി അവിടുത്തെ ഒരു ഉയർന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള മറ്റൊരു പ്രൊവിൻസിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധു കൂടിയാണ് അദ്ദേഹത്തെയും യമനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും തലാലിന്റെ സഹോദരനെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ഇന്നലെ വൈകുവോളം നടത്തിയ ചർച്ചകൾ, ഇന്ന് അതിരാവിലെ ആരംഭിച്ച ചർച്ചകൾ, ആ ചർച്ചകളെ തുടർന്ന് ചർച്ചകൾ ഒരു ശരിയായ ദിശയിൽ പോകുന്നു എന്നുള്ളതും കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രാവിലെ അയച്ച കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം യമൻ ഭരണകൂടം എടുക്കുന്നത്. എനിക്ക് സാമുവൽ പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നത് എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷം സാമുവൽ എവിടെയായിരുന്നു? കഴിഞ്ഞ 5 വർഷം ഈ AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നത് കഴിഞ്ഞ 4-5 ദിവസമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഈ ഇടപെടലിലൂടെ ഇത് മാറ്റിവെക്കുന്ന സമയത്ത് 94 വയസ്സുള്ള വന്ധ്യവയോധികനായ കേരളം ആദരിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഒരാളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹവും സാമുവലും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ചേർന്ന് പൊതുസമൂഹത്തിലാകെ AP അബൂബക്കർ മുസ്ലിയാരെയും അദ്ദേഹത്തിന്റെ സംഘടനയെയും ഈ പ്രശ്നത്തിന്റെ ഭാഗത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല സ്ഥലങ്ങളിലും നടത്തുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. വളരെ ദുഃഖകരമായുള്ള സാഹചര്യമാണിത്. 5 വർഷം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? 38 ലക്ഷം രൂപ, $40,000 സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സാമുവലിന് കൈമാറിയിട്ടുള്ളത്. അതിന്റെ കണക്ക് എന്താണ്? എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു? ഇവിടെ പറയട്ടെ സാമുവല്, ഇവിടെ പറയട്ടെ. നാട്ടുകാരിൽ നിന്ന് 500,000-1000-മായി പിരിച്ച ക്രൗഡ് ഫണ്ടായി ഞങ്ങൾ സമാഹരിച്ച 38 ലക്ഷം രൂപ, $40,000 രൂപ സാമുവലിന് കൈമാറിയിട്ട് അദ്ദേഹം എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു? എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷമായി സാമുവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ മാതാവിനെ ഒരു ഹോസ്റ്റലായി തന്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്ന് എന്ത് വൃത്തികേടും വിളിച്ചു പറയാമെന്നുള്ള ആ ധാർഷ്ട്യമുണ്ടല്ലോ, അതൊരിക്കലും കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. നടത്തിയ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ അംഗീകരിക്കുകയും അത് നടത്താൻ വേണ്ടി ആരാണോ ഇടപെട്ടത് അവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്ന് അദ്ദേഹം തിരിച്ചറിയണം. അവിടെ ഇരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആരെയും അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കേരളീയ ജനത ഒറ്റക്കെട്ടായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള MLA-മാരും അതോടൊപ്പം തന്നെ മറ്റു പല MLA-മാരും ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി ബാബു MLA, നെന്മാറ MLA ബാബു ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നേരത്തെയുള്ള രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള MP-മാരുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധിയായ ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഒരു വളരെ മുതിർന്ന വന്ധ്യവയോധികനായ ഒരു മതപണ്ഡിതന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന സമയത്ത് ചാനലിനകത്ത് വന്നിരുന്ന് ഘോരഘോരം ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ പുലഭ്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടി ഇത്തരത്തിൽ വളരെ നമ്മൾ കേരളം ആകെ സന്തോഷിക്കുന്ന ഒരു സുദിനത്തിൽ അന്ന് വൈകുന്നേരം വന്നിരുന്ന് ഇത്തരത്തിലുള്ള പുലഭ്യം വിളിച്ച് പറയുന്നത് എന്ത് താല്പര്യത്തിന്റെ? ഇനി സാമുവലാണ് നടത്തിയതെങ്കിൽ ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾ സാമുവലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷെ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം അതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ 38 ലക്ഷം രൂപ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി ഈ കേസിനകത്ത് ഇടപെടുകയാണ്. ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾ നടത്തണം. കാരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന സമയത്ത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുക.
കേന്ദ്ര സർക്കാർ പറയുന്ന തുക ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്ര സർക്കാർ പറയുന്ന ചാനലിലൂടെ കൊടുക്കാൻ തയ്യാറാണ്. വ്യക്തികൾ ഇതിനകത്ത് ഇടപെടുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാർ സംവിധാനം ഇതിനകത്ത് വരണം, സർക്കാർ സംവിധാനം നേരിട്ട് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ സർക്കാർ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. സർക്കാർ അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പിന്നെ AP അബൂബക്കർ മുസ്ലിയാരെ പോലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം തേടേണ്ടി വന്നു. ഇന്നലെ സ്ഥാപിച്ചെടുത്ത ഹോട്ട്ലൈനിന്റെ ഭാഗമായി ഇനി പിന്നെ ഈ ന്യൂസിനകത്ത് ഇന്നത്തെ ഈ ചർച്ചാവേളയിൽ ഈ വൈകുന്നേരം നിങ്ങൾക്ക് സഹായകരമാകുന്ന ചില വാർത്തകൾ കൂടി പറയാം. അവിടെ നിമിഷപ്പിടയുടെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതാണ്ട് ദയാദനം സ്വീകരിക്കാൻ വേണ്ടി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. തത്വത്തിൽ അത് അങ്ങനെ ഒരു അംഗീകാരം അവർ നൽകിയിട്ടുണ്ട്. ഇനി ആ ദയാദന ചർച്ചകൾ, ദയാദനം എത്ര എന്നുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ കോണ്ടത്തെ സംബന്ധിച്ച്, അതിന്റെ എമൗണ്ടിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളിലേക്ക് പോയി വരും ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം പിന്നെ തീരുമാനങ്ങൾ സുഭാഷ് ചന്ദ്രൻ ഇവിടെ ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കേസിൽ ഈ നിമിഷപ്രിയയെ ഈ മാപ്പ് തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് വാങ്ങിക്കൊടുത്ത് നിമിഷപ്രിയയെ സുരക്ഷിതയായി തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ്. അത് താങ്കളാണെങ്കിലും അതല്ല ഇനി അവിടെ സനയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ അമ്മയും ഭർത്താവും ഒക്കെ ഈ ചർച്ചയിൽ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഈ ദയാധനം വാങ്ങിക്കാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് തലാലിന്റെ കുടുംബത്തെ എത്തിച്ചിരിക്കുന്നു ഇന്നത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ. തത്വത്തിൽ അവർ അതിന് തയ്യാറെടുത്തിരിക്കുന്നത്. ആ വിവരത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയൂ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. സ്വാഭാവികമായും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഹോട്ട്ലൈൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്ന ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ പിന്നെ മർക്കസ് ഉൾപ്പെടെയുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകളിൽ ആ ചർച്ചകളുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പറയാവുന്ന ആ ഒരു എക്സ്റ്റെന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർ തത്വത്തിൽ ഈ പിന്നെ നിമിഷപ്രിയയുടെ പിന്നെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുടുംബം ഇന്നേ വരെ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെയാണ് ആദ്യമായി ഏറ്റവും അടുത്ത ഒരു ബന്ധു, അതായത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ ചർച്ചകളിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് പിന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് പല ആളുകളും ഇതിനകത്ത് ചർച്ച നടക്കുന്നു, ഇദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടു, പിന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനെ കണ്ടു, അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പിന്നെ മീറ്റിങ്ങുകൾ ചേർന്നു, അതിനുവേണ്ടിയാണ് ഈ പിന്നെ പണം എന്നുള്ള രീതിയിലൊക്കെ പല തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകളും പിന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഈ പണം എല്ലാം ശേഖരിച്ച് അവിടെയുള്ള അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ, സാമൂഹ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണം കൈപ്പറ്റിയത്. പക്ഷേ സത്യത്തിൽ ഇന്നലെയാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹോദരൻ, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഈ ചർച്ചകളിലേക്ക് വരികയും ആ ചർച്ചകളിലേക്ക് വരുന്ന സമയത്ത് അതിനകത്തുള്ള ഏറ്റവും യങ് ജനറേഷൻ ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തലാലിന്റെ ബന്ധു കൂടിയായിട്ടുള്ള മറ്റൊരു പ്രൊവിൻസിലെ ഈ പറയുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളെ, അവിടുത്തെ ഹൈക്കോടതി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഹൈക്കോടതി ഒരു പിന്നെ ഓഫീസർ, അത് ഒരു ജഡ്ജ് കൂടി അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് അവരെ കൂടി കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നലെയും ഇന്ന് രാവിലെയുമായി, ഇന്നലെ വളരെ വൈകിയും ഇന്ന് അതിരാവിലെയുമായി നടത്തിയ ചർച്ചകൾ, ആ ചർച്ചകൾ ഒരു ശരിയായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തത്വത്തിൽ കുടുംബം ദയാദനം സ്വീകരിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്നുള്ളത് തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഇനിയും അതിന് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇനിയും ചില അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് രേഖാമൂലമാക്കേണ്ടതും അതിനകത്ത് ഇനിയും ചില വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില പിന്നെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സമയം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. താങ്കൾ ഈ പറഞ്ഞതിൽ ഇന്നിപ്പോൾ വധശിക്ഷയ്ക്കുള്ള തീയതി മാറ്റി എന്ന സന്തോഷകരമായ വാർത്തയോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവിടെ ദയാധനം സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തലാലിന്റെ കുടുംബം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷ നൽകുന്ന, പ്രതീക്ഷകൾക്ക് ഊർജം നൽകുന്ന, വെളിച്ചത്തിലേക്ക് പ്രകാശം നൽകുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.